ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കേരളത്തിലെ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ഒരുപോലെ കാത്തിരിക്കുന്ന ഏറ്റവും പുതിയൊരു വാർത്തയുടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നത്. മറ്റൊന്നുമല്ല, കേരളത്തിലെ സ്കൂൾ തുറക്കൽ. ഇത്തവണ സ്കൂൾ തുറക്കലുകൾക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെയല്ല. അതിലൊന്നാമത്തേത് നമ്മുടെ മാറിയ ഭരണം തന്നെയാണ്. പുതിയൊരു സർക്കാർ വരാൻ പോകുന്നു. പുതിയ വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ മന്ത്രിയും നിങ്ങൾ അറിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾ പുതുതായിട്ട് സ്കൂളിലേക്ക് പോകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ വിദ്യാഭ്യാസ മേഖലയിലടക്കം നമ്മൾ കാണാത്ത രീതിയിലുള്ള ചിലപ്പോൾ മാറ്റങ്ങൾ, പുതിയ പ്രഖ്യാപനങ്ങൾ, വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ, അതല്ല എങ്കിൽ ചില സർപ്രൈസുകളൊക്കെ പ്രവേശനോത്സവത്തിന് ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അത് നമ്മൾ സാധാരണ പുതിയ സർക്കാരുകൾ മാറി മാറി വരുമ്പോൾ നമ്മളത് കാണുന്നതുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണ സ്കൂൾ തുറക്കൽ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ജൂൺ 2, ജൂൺ 4, ചിലപ്പോൾ വരുന്നത് ശനി ഞായറും ആയിരിക്കാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോളിഡേ ആയിരിക്കാം. ആ കാരണങ്ങളെല്ലാം കൊണ്ട് മാറ്റിവെച്ചത് നമ്മൾ കണ്ടു. പക്ഷെ ഇത്തവണ ജൂൺ 1 തന്നെയാണ് നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്നത്. അതിലെന്തായാലും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആ ഒരു ഡേറ്റ് മാറാനും സാധ്യതയില്ല. പക്ഷെ അതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസ കലണ്ടർ, അതായത് അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള കലണ്ടർ വരുമ്പോൾ നിങ്ങളുടെ ഏകദേശ അക്കാദമിക് ഇയറിന്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കും. അവിടെ ഈ പറയുന്ന പോലെ നമുക്ക് കഴിഞ്ഞ വർഷം ചില ശനിയാഴ്ചയൊക്കെ അധിക പ്രവൃത്തി ദിവസമായി വെക്കുന്നത് നമ്മൾ കണ്ടു. അത് ഇത്തവണയും ഉണ്ടാകുമോ എന്നുള്ളതിലൊരു വ്യക്തത വരും. അതുപോലെ തന്നെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് പല സ്കൂളുകളിലും കഴിഞ്ഞ വർഷം അടക്കം നടന്നിട്ടുള്ള PTA നേതൃത്വത്തിലൊക്കെ സ്കൂളുകളിൽ എന്താണ് പൊതുയോഗങ്ങളും അതിനുശേഷം വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതിന്റെ സമയമായി വരുന്നതേ ഉള്ളൂ. എന്തായാലും മെയ് 15 റിസൾട്ടും മെയ് 22 +2 റിസൾട്ടും വരുന്നതോടെ നമ്മുടെ സ്കൂളുകളിൽ ഫ്ലെക്സ് ബോർഡുകളും മറ്റും പൊങ്ങും. അതിനുശേഷം പുതിയ അധ്യയന വർഷം, പുതിയ SLC ബാച്ചും പുതിയ +2 ബാച്ചും +1 വിദ്യാർത്ഥികൾക്ക് എന്തായാലും അപ്പോൾ തുടങ്ങണമെന്നില്ല. നിങ്ങളുടെ അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സും ഒക്കെ തുടങ്ങി നിങ്ങളുടെ ക്ലാസ്സുകൾ തുടങ്ങാൻ കുറച്ചുകൂടി സമയമെടുക്കും. അപ്പോൾ എന്തായാലും പുതിയ ബാച്ചിലെ വിദ്യാർത്ഥികൾ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി സ്കൂളുകളും ഉണരും. അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ വിദ്യാഭ്യാസ കലണ്ടർ തന്നെയാണ്. എക്സാമുകളുടെ കാര്യത്തിലും ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് പല ആശങ്കയുണ്ട്. +1 ഇംപ്രൂവ്മെന്റ് ഒക്കെ ഏത് സമയത്തായിരിക്കും നടത്തുന്നത്. അതിലും ഒരു തീരുമാനം, ഒരു വ്യക്തത എന്തായാലും അതിനുശേഷം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ പുതിയ ഒരു സ്കൂൾ കാലഘട്ടം, പുതിയൊരു അധ്യയന വർഷത്തിലേക്കുള്ള വരവാണ്. ജൂൺ 1 തന്നെ സ്കൂളുകൾ തുറക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന അപ്ഡേറ്റുകൾ. സോ അതിലെന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. ആരൊക്കെയാണ് ഭയങ്കര ത്രിൽഡായിട്ട് പുതിയ ക്ലാസ്സുകളിലേക്ക് ചേരാൻ കാത്തിരിക്കുന്നത് കമന്റ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നടത്തുന്നു. ബൈ.